Hello everyone, welcome back to my channel. So, നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഒട്ടും പെയിന്റ് ചെയ്യാൻ അറിയാത്തവർക്ക് പോലും ഞാൻ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ക്യാൻവാസ് ഉണ്ടാക്കിയിട്ട് അതിൽ ചെയ്ത പെയിന്റിംഗ് ആണ്. ഇതിട്ടിപ്പോൾ കുറേ ആൾക്കാർ ചെയ്യാൻ പറ്റി നല്ല വീഡിയോയാണ്. ഇനി ഇതുപോലെ പെയിന്റിംഗ് അറിയാത്തവർക്കും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ളത് വരണം എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ പുതിയ 2 മിനി ക്യാൻവാസസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിതിൽ എങ്ങനെയാണ് സിമ്പിളായിട്ട് ഒട്ടും പെയിന്റ് ചെയ്യാൻ അറിയാത്തവർക്കും പെയിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പെയിന്റിങ് നോക്കിയാലോ. അപ്പം ഇതിൽ പെയിന്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തത് നമ്മൾ പിൻട്രസ്റ്റിലോ ഗൂഗിളിലോ സെർച്ച് ചെയ്തിട്ട് ഔട്ട്ലൈൻസ് ഉണ്ടാവും ഇമേജസിൻ്റെ. ഇപ്പോൾ ബട്ടർഫ്ലൈ ഔട്ട്ലൈൻ, ഞാനിപ്പോൾ ഇതിൽ ബട്ടർഫ്ലൈ ആണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടിലും. ഇപ്പോൾ ബട്ടർഫ്ലൈ ഔട്ട്ലൈൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ ഔട്ട്ലൈൻസ് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് അതല്ല പെറ്റ്സ് ആണെങ്കിൽ ക്യാറ്റ് ഔട്ട്ലൈൻ, ഡോഗ് ഫേസ് ഔട്ട്ലൈൻ, അല്ലെങ്കിൽ ഇപ്പോൾ കപ്പിൾസ് ഫേസ് ഔട്ട്ലൈൻ എന്ന് കൊടുത്താലും ആ ഒരു ഇത് കിട്ടും. അപ്പം നമുക്ക് അത് ഒന്നുമില്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് ചെയ്തെടുക്കാം. ഇൻ കേസ് പ്രിൻ്റ് ഔട്ട് ഒട്ടും വരയ്ക്കാൻ അറിയാത്തവർക്ക് അങ്ങനെ ചെയ്യാം. എന്നാൽ ഇനി വരയ്ക്കാൻ അറിയാൻ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നോർമൽ ഒരു എന്തെങ്കിലും ഒരു ഇത്തിരി കട്ടിയുള്ള പേപ്പർ, ഞാനൊരു ഇൻവിറ്റേഷൻ കാർഡ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിത് 10x10 അല്ല എടുത്തേക്കുന്നത്. അപ്പോൾ 10x10 എടുത്തിട്ട് അതിൽ ഏകദേശം ഉള്ളിലായിട്ടൊരു സ്ക്വയർ, അതായത് ഞാൻ 8 ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ 8ൻ്റെ ഒരു സ്ക്വയർ എടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്നൊരു മാർക്ക് കൊടുക്കുക. ബട്ടർഫ്ലൈക്കാണെങ്കിൽ നമുക്ക് വരയ്ക്കാനും എളുപ്പമായിരിക്കും. ഇനി നമ്മൾ ഇവിടെ ഒരു സൈഡിലേക്ക് ഷേപ്പ് വരയ്ക്കാം ബട്ടർഫ്ലൈൻ്റെ. അതുപോലെ കാർഡ്ബോർഡിൽ സിമെട്രിക്കലായിട്ട് വരയ്ക്കാം. ഇനി നമ്മളിത് സെൻറ്ററിൽ വെച്ച് മടക്കിയിട്ട് ഈക്വലായിട്ട്, അപ്പോൾ സിമ്പിൾ ഒറ്റ സൈഡിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ സൈഡും കൂടെ വരുമല്ലോ, അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങും കട്ട് ചെയ്ത് എക്സ്ട്രാ കയറി പോവാനോ കുറഞ്ഞു വരാനോ പാടില്ല. അപ്പോൾ ഈ സ്റ്റെപ്പ് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തവർക്കും വരച്ചവർക്കും ഇനി അങ്ങോട്ടേക്ക് സെയിം ആണ് കേട്ടോ. അപ്പം നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്താണെങ്കിലും വരച്ചാണെങ്കിലും ഒട്ടും ഇങ്ങോട്ടോ അങ്ങോട്ടോ ഒന്നും കട്ട് ചെയ്തോ കയറിയോ ഒന്നും പോവാതെ കറക്റ്റായിട്ട് 2 ഷേപ്പ് എടുക്കണം. ഇനി നമ്മൾ അത് മാറ്റി വയ്ക്കുക. ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ക്യാൻവാസ് ബോർഡിൽ ഈ 2 ക്യാൻവാസും ബ്ലാക്ക് അടിച്ചിട്ട് വരട്ടെ. അപ്പോൾ അതാ നമ്മൾ അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ 10x10 ആയതുകൊണ്ട് നമ്മൾ കറക്റ്റ് സൈസിൽ തന്നെ വന്നിട്ട് ഞാൻ ജസ്റ്റ് ഇത് ടേപ്പ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് സൈഡ് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നോർമൽ സെലോ ടേപ്പ് കൊണ്ട് 4 സൈഡും ഒട്ടിച്ച് വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഉള്ളിൽ പെയിൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ആരും ഇത് കളയരുത്. ഇത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വച്ചിട്ട് ഇതിൻ്റെ പുറമേയിരിക്കും പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ഡ്രോയിങ് ഒരേപോലെ ഇപ്പം നമ്മൾ അടുപ്പിച്ച് വെക്കാനും നല്ല ഭംഗിയിൽ, ഇപ്പം എല്ലാം കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ളതാണല്ലോ ട്രെൻഡിങ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ആദ്യം ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. സോ അപ്പോൾ അതിന് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് 2 കളറ് ബ്ലൂവും റെഡുമാണ്. നമുക്ക് വേണമെങ്കിൽ 2 ടൈപ്പ് ഓഫ് ബ്ലൂവും 2 ടൈപ്പ് ഓഫ് റെഡും എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബട്ടർഫ്ലൈ ആയതുകൊണ്ട് നമ്മൾ വിങ്സ് ഇങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ ആ ഒരു ഡയറക്ഷനിൽ നമുക്ക് വേണ്ട പോലെ ഈ കളർ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒന്നല്ലെങ്കിൽ ഒരു പഴയ ടൂത്ത് ബ്രഷ് അല്ലെങ്കിൽ ഒരു സ്പോഞ്ച്. ഇനി നമ്മളിതാ പെയിൻറ് ചെയ്തിട്ട് ഇതുപോലെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ കണ്ടോ ഫുൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം സൈഡ്സ് കംപ്ലീറ്റ്. അതിൽ ഈ അറ്റങ്ങളൊക്കെ ജോയിൻ ആവുന്നുണ്ടോ എന്ന് നോക്കണേ, നമുക്ക് ഔട്ട്ലൈൻ വേണ്ടേ. ഗോൾഡൻ ബ്രഷിലെടുത്തിട്ട് ഇങ്ങനെ ചുറ്റും കൊടുത്തു. അത് കഴിഞ്ഞു. ഇനി ഇത് പെയിൻറ്റ് ചെയ്യണ്ടേ. ഇതിന് ഞാനിത് സെൻറ്ററിൽ വെച്ചിട്ട് ഒന്നല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് അല്ലെങ്കിൽ സെല്ലോ ടേപ്പ് ഇങ്ങനെ റൗണ്ട് ആക്കി എടുത്ത് 2 അറ്റവും ജോയിൻ ചെയ്യാം.
എന്നിട്ട് ഇത് ഈ വിങ്സിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി ഇത് സെൻറ്റർ നോക്കിയിട്ട് ഇതാ വെച്ച് കൊടുക്കുക. ഇതിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് റെയിൻബോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് റെയിൻബോ കളേഴ്സ് എടുത്തിട്ട് വയ്ക്കാം. ഇതാ ഇപ്പം ഇതാ അതും ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നേരത്തെ ചെയ്ത പോലെ നമ്മളുടെ ഗോൾഡൻ കളർ എടുത്തിട്ട് ഇതിൻ്റെ നിങ്ങൾക്ക് വൈറ്റും യൂസ് ചെയ്യാം കേട്ടോ. വൈറ്റും ഭംഗി തന്നെയാണ്. എനിക്ക് കുറച്ചും കൂടി ഈ ഒരു ഗോൾഡൻ കളറിനോടൊരു ഇഷ്ടം. ഇനിയിപ്പോൾ ഇത് ഫുൾ ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഇത് ഊരിയെടുത്ത് നോക്കാം. കൊള്ളാലോ. ഇതിൻ്റെതാ ഇവിടെ കുറച്ച് പോയി അത് നമ്മൾ ബ്ലാക്ക് വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ കൊടുത്താൽ മതി. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലിത്തിരി ഗോൾഡൻ കൊടുത്ത് നോക്കാം. ഇത് വെറും ഓപ്ഷണലാണ്. എനിക്കിങ്ങനെ ഒന്ന് കാണാൻ തോന്നിയുണ്ട് ഞാൻ വെറുതെ ചെയ്ത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. രണ്ടും ഗോൾഡൻ ഞാൻ കൊടുത്തു. അപ്പോൾ ഇതാ നമ്മളുടെ ക്യൂട്ട് ആൻഡ് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള മിനി ഹാൻഡ് മെയ്ഡ് ക്യാൻവാസ് ബോർഡിലുള്ള ആർക്കും പെയിൻറ്റ് ചെയ്യാൻ പറ്റുന്ന ബ്രഷ് പോലും വേണ്ടാത്ത ഒരു സിമ്പിൾ പെയിൻറ്റിങ് റെഡി. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് എന്തായാലും റിക്രിയേറ്റ് ചെയ്യണം, എന്നെ ടാഗ് ചെയ്യണം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.